Hello dear students, welcome back to part 2 video of Higher Secondary Examination 2024 Geography 50 important questions. അപ്പോൾ പാർട്ട് 1ൽ നമ്മൾ 25 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ബാക്കി 25 ചോദ്യങ്ങളൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്, വ്യോമ ഗതാഗതത്തിൻ്റെ ഗുണങ്ങൾ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ടിനെ പറ്റി പറഞ്ഞിരുന്നു. വാട്ടർ ട്രാൻസ്പോർട്ട് കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുൻകാല ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എയർ ട്രാൻസ്പോർട്ടിന്റെ ഗുണങ്ങളെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്, വ്യോമ ഗതാഗതത്തിന്റെ ഗുണങ്ങൾ. അപ്പോൾ ജനറലായിട്ട് എഴുതാവുന്ന പോയിന്റുകൾ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫാസ്റ്റസ്റ്റ് മീൻസ് അല്ലേ, വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ഗതാഗത മാർഗമാണ്. പിന്നെ ലോങ് ഡിസ്റ്റൻസ്, ദൂര സഞ്ചാരത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഗതാഗത മാർഗമാണ്. മറ്റു രാജ്യങ്ങളിൽ എത്തിപ്പെടാൻ ഏകമാർഗം ഇന്നും പെട്ടെന്ന് എത്തുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന മാർഗം വ്യോമ ഗതാഗതമാണ്. പിന്നെ ഇൻഎക്സസിബിൾ ഏരിയാസ് അല്ലേ, അതായത് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്താൻ സഹായിക്കുന്ന ഒരു മാർഗവും നമ്മുടെ എയർ ട്രാൻസ്പോർട്ട് തന്നെയാണ്. ഇതിൽ എയർ ട്രാൻസ്പോർട്ടിൽ ഹെലികോപ്റ്റേഴ്സ് ഉൾപ്പെടും. പിന്നീട് കണക്ടിവിറ്റി റെവല്യൂഷൻ, അതായത് രാജ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഒരു വിപ്ലവം കൊണ്ടുവരാനും എയർ ട്രാൻസ്പോർട്ടിന് കഴിഞ്ഞു എന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത ചോദ്യം ചേരികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചേരി നിവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രോബ്ലംസ് ഓഫ് സ്ലം ഡ്വെല്ലേഴ്സ് എന്നതാണ്. അപ്പോൾ അവസര പരിമിതികൾ നിലനിൽക്കുന്നതും നാശോന്മുഖമായ വീടുകൾ സ്ഥിതി ചെയ്യുന്നതും മോശപ്പെട്ട ശുചിത്വ സാഹചര്യങ്ങൾ ഉള്ളതുമായ ഒരു പ്രദേശങ്ങളാണ് ഈ ചേരികൾ എന്ന് പറയുന്നത്. അവിടെ വായുസഞ്ചാരം ഇല്ലാത്തതും കുടിവെള്ളം, വെളിച്ചം എന്നീ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ poor hygienic condition, poor ventilation, lack of drinking water, light toilet facilities, അതുപോലെ തന്നെ ഓവർ ക്രൗഡഡ് നാരോ സ്ട്രീറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ്. ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി, ഇന്ത്യ പാർട്ട് 2 ടെക്സ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ്. നമ്മൾ അർബൻ വേസ്റ്റ് ഡിസ്പോസലൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ആ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആ ചാപ്റ്ററിൽ തന്നെ വരുന്നൊരു ടോപ്പിക്കാണിത്. ചേരികളുടെ പ്രശ്നം അല്ലെങ്കിൽ സ്ലംസിന്റെ പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ച് പഠിക്കുക. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ, അല്ലെങ്കിൽ കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ട് ഘടകങ്ങളാണുള്ളത്, പുഷ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നിർബന്ധിത ഘടകങ്ങളും പുൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആകർഷക ഘടകങ്ങളും. അപ്പം പുഷ് ഫാക്ടേഴ്സ് അതിൽ തന്നെ ഉണ്ട്, വികർഷക അല്ലെങ്കിൽ നമ്മളെയാണ് നിർബന്ധിത ഘടകങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മളെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് നമ്മളെ പുഷ് ചെയ്ത് പുറത്തോട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുഷ് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്, അവിടെ എന്ത് കാണത്തില്ല, ജീവിത സാഹചര്യം നല്ലതായിരിക്കത്തില്ല, തൊഴിൽ വിദ്യാഭ്യാസ മാർഗങ്ങൾ കുറവായിരിക്കും, ആരോഗ്യ തലത്തിലാണെങ്കിലും വലിയ മെച്ചമൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളായിരിക്കും. പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റ് യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മളെ പുഷ് ചെയ്യുന്നത്. അതാണ് നിർബന്ധിത ഘടകങ്ങൾ അല്ലെങ്കിൽ വികർഷക ഘടകങ്ങൾ എന്ന് പറയുന്നതെങ്കിൽ ഫുൾ ഫാക്ടേഴ്സ്, ആകർഷക ഘടകങ്ങൾ നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. അതായത് ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, നല്ല ജോലി സാധ്യത, പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങൾ. ഇപ്പം ഇവിടുന്ന് തന്നെ ഒരുപാട് കുട്ടികളും ആളുകളും ഒക്കെ വിദേശത്ത് പോകാനുള്ള കാരണം അവിടെ ആ രാജ്യങ്ങളിലുള്ള പുൾ ഫാക്ടേഴ്സ് ആണ്. അവിടെ ആ രാജ്യങ്ങളെ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലോട്ട് നമ്മളെ ആകർഷിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതാൻ സാധിക്കും. കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് ചോദിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ സൈസ്, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളെ എങ്ങനെ വർഗീകരിക്കാം എന്നതാണ്. ഇപ്പോൾ 3 തരം വർഗീകരണമുണ്ട്. കോട്ടേജ് ഇൻഡസ്ട്രി, കുടിൽ വ്യവസായം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായങ്ങൾ, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി, വൻകിട വ്യവസായങ്ങൾ, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ഇത് വലിപ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫാക്ടറിയുടെയോ ഇൻഡസ്ട്രിയുടെയോ വലിപ്പമല്ല, മറിച്ച് നമ്മൾ ആദ്യം മുതൽ മുടക്കുന്ന ചെലവ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മുതൽ മുടക്ക് കൂടുതൽ അല്ലെങ്കിൽ മുതൽ മുടക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. വളരെ ചെറിയ മുതൽ മുടക്കുള്ളതൊക്കെയാണ് കോട്ടേജും സ്മോൾ സ്കെയിൽ എങ്കിലും. ലാർജ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, കൂടുതലായി മുതൽ മുടക്ക് വേണ്ട ഇൻഡസ്ട്രീസ് ആണ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആദ്യത്തെ ഒരു മുതൽ മുടക്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കോട്ടേജ്, സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ എന്ന് തരംതിരിക്കുന്നത്. ഓക്കെ, അടുത്ത 30th ക്വസ്റ്റ്യൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആയിരുന്നു, പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്കിന്റെ ചോദ്യമായിട്ടൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ 2 വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ ഭാവി തലമുറകൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. സോ എ ഡെവലപ്മെന്റ് that meets the needs of present without compromising the ability of future generations to meet their own needs is known as sustainable development. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. കഴിഞ്ഞ ചോദ്യപേപ്പറുകളിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ച് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സണൽ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, സ്വകാര്യ വാർത്താവിനിമയ മാർഗങ്ങളെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ ബഹുജന വാർത്താവിനിമയം. ഇപ്പം ഏതെങ്കിലും ഒന്നായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് ചോദിക്കും. 31st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
പേഴ്സണൽ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. സ്വകാര്യ വാർത്താവിനിമയ മാർഗങ്ങളും ബഹുജന വാർത്താവിനിമയ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ സ്വകാര്യ വാർത്താവിനിമയ മാർഗങ്ങൾ, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 2 പേഴ്സൺസ്, 2 വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയമാണ് അതിൽ വരുന്നതെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ബഹുജനമാണ്, അല്ലെ, ഒരുപാട് ആളുകളിലോട്ട് എത്തും. റേഡിയോ, ടെലിവിഷൻ, സിനിമ, ഇപ്പം ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പണ്ട് മുതലേക്ക് നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് പേഴ്സണൽ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇതും നമ്മുടെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇതിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, മലയാളത്തിൽ സ്ഥാനാന്തര കൃഷി, വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയപ്പെടും. ഇത് പ്രാചീന ഉപജീവന കൃഷിക്കുള്ളിൽ വരുന്ന ഒരു മാർഗമാണ്. പൊതുവെ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോത്രവർഗ്ഗക്കാരിലൊക്കെ ഇന്ന് നിലനിൽക്കുന്ന ഒരു കൃഷി രീതിയാണ് സ്ഥാനാന്തര കൃഷി. പേര് പറയുന്ന പോലെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകും. പക്ഷേ ഈ പോകുന്ന സ്ഥലങ്ങളിൽ ഇവർ എന്ത് ചെയ്യും? കാട് വെട്ടി തെളിച്ച് തീയിടുകയും ആ ചാരം മണ്ണിന് വളമാക്കുകയും ചെയ്തുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ആ മണ്ണിന്റെ വളം കുറയുമ്പോൾ അല്ലെങ്കിൽ അത് അവർക്ക് എന്താണ് പിന്നീട് കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസരത്തിൽ അവർ മറ്റൊരു സ്ഥലം തേടി പോകുന്നു. അതാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അവിടെയും ഇതേ പ്രോസസ്സ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതേ കണക്ക് കാട് വെട്ടിത്തെളിക്കുന്നു, അവിടെ ചാരം ആ മണ്ണിന് വളമാക്കുന്നു, അവിടെ കൃഷി ചെയ്യുന്നു. ഇതിനെയാണ് സ്ഥാനാന്തര കൃഷി അല്ലെങ്കിൽ വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത്. ഇതും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തൊരു ചാപ്റ്റർ ആയിരുന്നു, പ്രൈമറി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രാഥമിക പ്രവർത്തനങ്ങൾ. അതിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ് സ്ഥാനാന്തര കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആ ചാപ്റ്റർ, പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേസ്, ഭൂഖണ്ഡാന്തര റെയിൽവേ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിളുകളും ചോദിക്കും. കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാമിന് കഴിഞ്ഞ നമ്മുടെ ഡിസംബറിൽ നടന്ന എക്സാമിന് ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ട്രാൻസ് സൈബീരിയൻ റെയിൽവേ, ട്രാൻസ് കനേഡിയൻ റെയിൽവേ, ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ എന്ന് പറയുമ്പോൾ റഷ്യയാണ് മനസ്സിലോട്ട് ഓർക്കേണ്ടത്. ആ സ്ഥലമാണ് റഷ്യയുടെ മാപ്പിനകത്താണ് അത് കാണിക്കുന്നത്. 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗും വ്ളാഡിവോസ്റ്റോക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ എന്ന് പറയുന്നത്. ട്രാൻസ് കനേഡിയൻ എന്ന് പറയുമ്പോൾ കാനഡ, നോർത്ത് അമേരിക്കയിലെ കാനഡയിലെ 2 സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്, വാൻകൂവറും ഹാലിഫാക്സ്. അപ്പം ആ സ്ഥലങ്ങളുടെ പേര് കൂടി പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ട്രാൻസ് സൈബീരിയൻ എന്ന് പറയുമ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗും അതുപോലെ തന്നെ വ്ളാഡിവോസ്റ്റോക്കുമാണ്. വ്ളാഡിവോസ്റ്റോക്കിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. എങ്കിൽ കനേഡിയൻ റെയിൽവേ എന്ന് പറയുമ്പോൾ വാൻകൂവർ മുതൽ ഹാലിഫാക്സ് വരെയാണ് അത് കണക്ട് ചെയ്യുന്നത്. അടുത്തത് ട്രാൻസ് ഓസ്ട്രേലിയൻ, പേര് പറയുന്ന പോലെ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തെ 2 അറ്റങ്ങളാണ് പെർത്തും സിഡ്നിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ട്രാൻസ് ഓസ്ട്രേലിയൻ റെയിൽവേ. ഇത് ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് സ്ഥലങ്ങൾ തന്നിട്ട് ഏതാണ് ആ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേയുടെ പേര് തന്നിട്ട് സ്ഥലങ്ങളുടെ പേര്, ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളുടെ പേര് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഭൂഖണ്ഡത്തിന് കുറുകെ പോകുന്ന 2 അറ്റങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതകളാണ് ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒരെണ്ണമുണ്ട് ഓറിയന്റ് എക്സ്പ്രസ്, അതൊന്ന് വായിച്ചേക്കും. പക്ഷെ അതിന്റെ മാപ്പില്ല, ടെക്സ്റ്റ് ബുക്കിൽ 3 എണ്ണത്തിന്റെ മാപ്പ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മാപ്പ് തന്നിട്ട് അതിനെപ്പറ്റി ചോദിക്കുന്നത് മുൻ വർഷങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേയുടെ മാപ്പ് തരും, എന്നിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ പ്രത്യേകതകൾ, ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ മാപ്പ് വെച്ച് തന്നെ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ പഠിക്കുക. പാർട്ട് 1 നിന്നാണ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ കാർഷിക രംഗത്തെ പ്രശ്നങ്ങളാണ്, മേജർ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഒരുപാട് പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, 8ഓളം പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനും എല്ലാം എഴുതാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു 4 എണ്ണം വൃത്തിക്ക് പഠിച്ചു വെച്ചേക്കുക, കാരണം ഒരു 2-3 പോയിന്റ് അതിൽ എഴുതാനും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഡിപ്പെൻഡൻസ് ഓൺ ഇറാറ്റിക് മൺസൂൺ ആണ്. അസ്ഥിരമായ മൺസൂണിനെ ആശ്രയിക്കുന്നതാണ് ഇന്ത്യൻ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്കറിയാം മഴയുടെ ലഭ്യത വളരെ കുറവാണ്, അല്ലെ, മഴ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന മാസങ്ങളിൽ പെയ്യണമെന്നില്ല. അപ്പോൾ കർഷകരെ അത് ബുദ്ധിമുട്ടിക്കും. പിന്നെ ലോ പ്രൊഡക്ടിവിറ്റി, കുറഞ്ഞ ഉൽപാദനക്ഷമത ഒരു പ്രശ്നമാണ്. പിന്നെ ലാക്ക് ഓഫ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണ നിയമങ്ങളുടെ അഭാവം, അതുപോലെ തന്നെ വാണിജ്യവൽക്കരണത്തിന്റെ അഭാവം, വാസ്റ്റ് അണ്ടർ എംപ്ലോയ്മെന്റ്, തൊഴിൽ രഹിതരായ കർഷകർ, അത് നമ്മുടെ രാജ്യം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. കാരണം 6 മാസത്തോളം ചിലപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥയൊക്കെ വരും. വാസ്റ്റ് അണ്ടർ എംപ്ലോയ്മെന്റും ഒക്കെ ഇതിലെ പ്രശ്നങ്ങളായിട്ട്, മേജർ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അടുത്തത് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോൺ കൺവെൻഷണൽ സോഴ്സസ്, പാരമ്പര്യാതര ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയാണ്. പാരമ്പര്യാതര ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ എഴുതേണ്ടത്
കൂടുതലും ഈ ഒരു ടൈഡൽ എനർജി, സോളാർ എനർജി, വിൻഡ് എനർജി അവയെ പറ്റിയൊക്കെയാണ് എഴുതേണ്ടത്. കൺവെൻഷണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളാണ്, കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് മുതലായവയാണ്. അപ്പോൾ അവയല്ലാതെയുള്ള അല്ലെങ്കിൽ അവ നശിച്ചു പോകുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നവ എന്ന രീതിയിൽ ഒരു പ്രാധാന്യത്തോടു കൂടി എഴുതുക. ജനറലായിട്ട് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബ്ലംസ് ഓഫ് റൂറൽ സെറ്റിൽമെന്റ്സ്, ഗ്രാമീണ വാസസ്ഥലങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പം റൂറൽ സെറ്റിൽമെന്റ്സ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാലും മതി. മെയിനായിട്ട് അഗ്രികൾച്ചർ, പ്രൈമറി ഒക്യുപ്പേഷൻ അഗ്രികൾച്ചർ ആണ്. റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കൂടുതൽ അവർ നൽകുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൊഡക്ഷൻ ആണ് കൂടുതലും റൂറൽ ഏരിയാസിൽ നടക്കുന്നത്. പിന്നെ ലോ ഇൻകം, ലോ ഡെൻസിറ്റി, സ്പേസ്ഡ്, ഇതൊക്കെ ചിലത് നമുക്കൊരു ഗുണമായിട്ടും പറയാം അല്ലേ. ഒരുപാട് എന്താണ് ജനസാന്ദ്രത ഇല്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ട് പൊല്യൂഷൻ ഒക്കെ കുറവായിരിക്കും. ഇതൊക്കെ നമുക്കൊരു അനുകൂലമായിട്ട് പറയാമെങ്കിലും പട്ടണങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ സാധ്യത അല്ലേ തൊഴിൽ സാധ്യതയാണെങ്കിലും എല്ലാം വളരെ കുറവാണ്. പിന്നെ ഒരുപാട് എന്താണ് സ്പേസ്ഡ് ആണ്, ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്, അങ്ങുമായിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇത് സുരക്ഷിതത്വമൊക്കെ നോക്കുമ്പോൾ പൊതുവെ കുറവായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊരു പ്രോബ്ലംസ് ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രോബ്ലംസ് ഓഫ് റൂറൽ സെറ്റിൽമെന്റ്സ് കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണ്, അല്ലെങ്കിൽ ജനസംഖ്യ വളർച്ച എന്താണെന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്നവരുടെ എണ്ണത്തിൽ വരുന്ന മാറ്റമാണ് ജനസംഖ്യ വളർച്ച അല്ലെങ്കിൽ ജനസംഖ്യ മാറ്റം. refers to change in number of inhabitants of territory during a specific period of time. So the growth is always expressed in percentage. അപ്പോൾ പെർസെൻറ്റേജിലാണ് എപ്പോഴും പോപ്പുലേഷൻ ഗ്രോത്ത് പറയാറുള്ളത്. അപ്പോൾ ജനസംഖ്യ വളർച്ച 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, എമിഗ്രേഷനും ഇമിഗ്രേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇമിഗ്രേഷൻ രണ്ട് മൈഗ്രേഷന്റെ 2 തലങ്ങളാണ്. അപ്പോൾ ഇമിഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈഗ്രൻസ് ഹൂ മൂവ് ഇൻ ടു എ ന്യൂ പ്ലേസ്. ഇൻ മൈഗ്രേഷൻ എന്നാണ് ഇമിഗ്രേഷന്റെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ മൈഗ്രേഷൻ, നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് എത്തിച്ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇൻ മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറയും. അപ്പോൾ കേരളത്തിൽ നിന്ന് നിങ്ങൾ ദുബായിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ദുബായിൽ ഇൻ മൈഗ്രേറ്റ് ചെയ്തു, അവിടെ നിങ്ങൾ ഒരു ഇമിഗ്രേറ്റ് ചെയ്തു എന്ന് പറയാം. ഇനി എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ എമിഗ്രന്റ് ആണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഇ എന്ന് പറയുമ്പോൾ എക്സിറ്റും, ഐ എന്ന് പറയുമ്പോൾ ഇൻ എന്ന് ആലോചിച്ചാൽ മതി. ഇ എന്ന് പറയുമ്പോൾ എക്സിറ്റ് ചെയ്തു, നിങ്ങൾ പുറത്തു പോയി അല്ലേ. അപ്പോൾ മൈഗ്രൻസ് ഹു മൂവ് ഔട്ട് ഓഫ് എ പ്ലേസ് ആണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇമിഗ്രന്റ് ആയി എന്ന് പറയാറുണ്ട്. ആ 2 വാക്കുകളും അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇൻ മൈഗ്രേഷൻ എന്ന്, എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ എക്സിറ്റ് ചെയ്തു എന്നുകൂടി ഒന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. എക്സിറ്റ് ചെയ്തു എന്ന് എമിഗ്രേഷനെയും, മറ്റേത് ഇൻ മൈഗ്രേഷൻ എന്ന് ആലോചിച്ചാൽ മതി, ഇൻ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അടുത്തത്, ഡ്രൈ ലാൻഡ് ഫാമിങ്ങും വെറ്റ് ലാൻഡ് ഫാമിങ്ങും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ രണ്ടും ചിലപ്പോൾ എഴുതാനും ചോദിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും. ഇപ്പോൾ വരണ്ട നില കൃഷി, ഈർപ്പനില കൃഷി, പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വരണ്ട നില കൃഷി എന്ന് പറയുമ്പോൾ മഴയുടെ അളവ് കുറവുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. ഈർപ്പനില കൃഷി പേരിൽ പറയുന്ന പോലെ തന്നെ മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്രോപ്സും അതുപോലെ എഴുതാൻ സാധിക്കും. നിങ്ങൾ നേരത്തെ ക്രോപ്പിംഗ് സീസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ റാബി, കാരിഫ്, സെയ്തൊക്കെ ഇല്ലേ, അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ആ രീതി അല്ലെങ്കിൽ ആ വിളകളൊക്കെ ഇവിടെ എഴുതാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായത്തിന്റെ വർഗീകരണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കണ്ടിരുന്നു, സൈസിന്റെ അടിസ്ഥാനത്തിലും ലൊക്കേഷന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഇവിടെ ഔട്ട്പുട്ടാണ്, ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇതിനെ നമുക്ക് 5 ആയിട്ട് തരംതിരിക്കാം. ബേസിക് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അടിസ്ഥാന വ്യവസായങ്ങൾ, കൺസ്യൂമർ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളായിട്ട് തന്നെ എത്തിക്കുന്ന വ്യവസായങ്ങൾ, ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് കാർഷിക അടിസ്ഥിത വ്യവസായങ്ങൾ, ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് വന അടിസ്ഥിത വ്യവസായങ്ങൾ, കെമിക്കൽ ഇൻഡസ്ട്രീസ് അതായത് രാസ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ. അപ്പോൾ ഇങ്ങനെ 5 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പോൾ ബേസിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ അടിസ്ഥാന വ്യവസായങ്ങൾ. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായം, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ ബേസിക് ഇൻഡസ്ട്രിയാണ്. കാരണം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ മറ്റൊരു വ്യവസായം പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് മദർ ഓഫ് ഓൾ ഇൻഡസ്ട്രി എന്നൊക്കെ അറിയപ്പെടുന്ന, ഇത് മാതൃ വ്യവസായം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ എക്സാമ്പിൾ ഒക്കെ വെച്ചെഴുതുക. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ്വിതീയ പ്രവർത്തനങ്ങൾ, സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ അതൊന്ന് വായിച്ച് പഠിക്കുക. 41ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് റോഡ് ഗതാഗതത്തിന്റെ ഗുണങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ വ്യോമ ഗതാഗതത്തിന്റെ ഗുണങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇവിടെ റോഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് ചോദിച്ചാലും റോഡ് ട്രാൻസ്പോർട്ട് എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ഡോർ ടു ഡോർ സർവീസ്, വാതിൽ മുതൽ വാതിൽ വരെയുള്ള ഒരു സേവനം ഉറപ്പുവരുത്തുന്നു. മറ്റൊരു ഗതാഗതത്തിനും നൽകാൻ പറ്റാത്തതായിട്ടുള്ളൊരു ഗുണം ഇത് തന്നെയാണ്.
ഇപ്പോൾ എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും നമ്മൾ അതാത് സ്റ്റേഷനുകളിലോ അതായത് എയർപോർട്ട് അതുപോലെ തന്നെ നോർമൽ പോർട്ടിൽ തുറമുഖത്തൊക്കെ പോയി നമ്മൾ സാധനം കളക്ട് ചെയ്യുന്നു അല്ലേ. പക്ഷെ റോഡാണെങ്കിലോ നമ്മുടെ വീട് മുറ്റത്ത് കൊണ്ട് എത്തിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് വിത്ത് റോ മെറ്റീരിയൽ സെന്റേഴ്സ്, അസംസ്കൃത വസ്തുക്കളുള്ള സ്ഥലങ്ങളും വ്യവസായങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാൻ റോഡ് തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗം. പിന്നെ ചീപ്പറാണ്, മറ്റ് ഗതാഗത മാർഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചിലവ് കുറഞ്ഞ ഒരു മാർഗമാണ്. ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കേട്ടോ, ദൂരം കൂടുതലല്ല, കുറച്ച് ദൂരം കുറവുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ ചിലവ് കുറഞ്ഞ മാർഗം റോഡ് തന്നെയാണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് മോഡറേറ്റ് ആണ്, അത് മിതമായ ഉള്ളൊരു ചിലവ് അല്ലെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അതിനെ നമുക്ക് പണിയാണെങ്കിൽ റോഡ് പണിയൊക്കെ ആണെങ്കിലും മറ്റ് ഗതാഗത മാർഗങ്ങളെ വെച്ച് ചിലവ് കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ എവിടെയും നമുക്ക് അത് എന്ത് ചെയ്യാം, നിർമ്മിക്കാം, റോഡ് നിർമ്മിക്കാം എന്നതും ഇവൻ ഒരു നദി ഉണ്ടെങ്കിലോ ഒരു കടലുണ്ടെങ്കിലോ അതിന് കുറുകെ നമുക്ക് ഒരു പാലം കിട്ടിയെങ്കിൽ റോഡ് നിർമ്മിക്കാൻ സാധിക്കും. റെയിൽവേയും അത് സാധിക്കും, പക്ഷെ മറ്റിപ്പം എന്താണ് റെയിൽവേ നമുക്ക് മലയോര മേഖലകളിൽ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അത് റോഡ് അതിനെ തരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. റോഡ് എവിടെയും നിർമ്മിക്കാൻ സാധിക്കും. ഈവൻ അണ്ടർ വാട്ടർ ടണൽ വെച്ചിട്ടും റോഡൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റോഡിൻ്റെ ഒരു ഗുണമായിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ഹൈവേ. സെയിം അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേശീയപാതയുടെ ഗുണങ്ങൾ. പേര് പറയുന്ന പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ ഹൈവേ ആണ് അല്ലേ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിന്റെ കൺസ്ട്രക്ഷനും മെയിൻ്റെനൻസും ഒക്കെ. പിന്നെ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്, ഒരു സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്, സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് NHകളാണ്, നാഷണൽ ഹൈവേസ് ആണ്. പിന്നെ മൂവ്മെന്റ് ഓഫ് ഡിഫൻസ് മെൻ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പ്രതിരോധ നമ്മൾ വകുപ്പ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ രീതി നോക്കുമ്പോഴും മിലിറ്ററി ബേസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതും ഈ ഹൈവേസ്, നാഷണൽ ഹൈവേസ് ആണ്. പിന്നീട് സ്റ്റേറ്റ് ക്യാപിറ്റലുകൾ, സംസ്ഥാന തലസ്ഥാനങ്ങളും മറ്റ് പ്രധാന പട്ടണങ്ങളും തുറമുഖങ്ങളും റെയിൽവേ സ്റ്റേഷനുമായി എല്ലാം ബന്ധിപ്പിക്കുന്നത് NH ആണ്, നാഷണൽ ഹൈവേസ് ആണ്. അപ്പോൾ ഇതൊക്കെ NHന്റെ ഗുണങ്ങളായിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡെമോഗ്രാഫിക് സൈക്കിൾ, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ഫസ്റ്റ് സെക്കൻഡ് ടേമുകളിലെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം, അതുപോലെ തന്നെ ജനസംഖ്യാപരമായ പരിവൃത്തി, ഡെമോഗ്രഫിക് സൈക്കിൾ. ഇതൊരു ഡയഗ്രാമിന്റെ സഹായത്തോടു കൂടിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 ബോക്സ് വരച്ച് നിങ്ങൾക്ക് കാണിക്കാം. റൂറൽ, അഗ്രേറിയൻ, ഇലിറ്ററേറ്റ്, അതായത് ഗ്രാമീണ, കാർഷിക, നിരക്ഷരത തലത്തിൽ നിന്നും നാഗരിക, വ്യാവസായിക, സാക്ഷരത തലം, അതായത് അർബൻ, ഇൻഡസ്ട്രിയൽ, ലിറ്ററേറ്റ് എന്ന രീതിയിലോട്ട് മാറുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ജനസംഖ്യയിൽ പ്രതിഫലിക്കും. ജനസംഖ്യ ഉയർന്ന ജനനമരണ നിരക്കിൽ നിന്നും താഴ്ന്ന ജനനമരണ നിരക്കിലേക്ക് പോകും. ഇത് ഈ ഒരു സിദ്ധാന്തം, ഈ ഒരു തിയറിയാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഭാവി ജനസംഖ്യയെ വിശദീകരിക്കാനും അതുപോലെ പ്രവചിക്കാനും ഒക്കെ ഇതുകൊണ്ട് ഉപകാരപ്പെടും. ഇതിന്റെ ഘട്ടങ്ങളായി ഈ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതിനെയാണ് ജനസംഖ്യാപരമായ പരിവൃത്തി അല്ലെങ്കിൽ ഡെമോഗ്രഫിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ച് പഠിക്കുക. അടുത്തത് 44th ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവ വികസന സൂചികയുടെ സൂചകങ്ങൾ ഏതെല്ലാമാണെന്നാണ്. 3 എണ്ണം ഉണ്ട്. ആക്സസ് ടു ഹെൽത്ത്, ആക്സസ് ടു എഡ്യൂക്കേഷൻ, ആക്സസ് ടു റിസോഴ്സസ്. ആരോഗ്യ ലഭ്യത, വിജ്ഞാന ലഭ്യത, വിഭവ ലഭ്യത. അപ്പോൾ 3 സൂചകങ്ങളുണ്ട്. അപ്പോൾ ആക്സസ് ടു ഹെൽത്തും ആക്സസ് ടു എഡ്യൂക്കേഷൻ എപ്പോഴും ഓർക്കും, പക്ഷേ ആക്സസ് ടു റിസോഴ്സ് പലരും എഴുതാറില്ല. അപ്പോൾ വിഭവ ലഭ്യത ഇമ്പോർട്ടൻ്റ് ആണ്. HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ 3 സൂചകങ്ങളാണ്, ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആക്സസ് ടു ഹെൽത്ത്, ആക്സസ് ടു എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവ വികസനത്തിന്റെ വിവിധ സമീപന രീതികൾ ഏതെല്ലാം, അല്ലെങ്കിൽ സമീപനങ്ങൾ ഏതെല്ലാം. അതും അതേ ചാപ്റ്ററിൽ തന്നെ ഒരു ടോപ്പിക്കാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത HDI ഒക്കെ വരുന്ന ചാപ്റ്ററിൽ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെ ടോപ്പിക്കാണ്. സമീപനങ്ങൾ അല്ലെങ്കിൽ അപ്രോച്ചസ് ഏതെല്ലാമാണ്? 4 അപ്രോച്ചസ് ആണുള്ളത്. ഇൻകം അപ്രോച്ച്, വരുമാന സമീപനം. വെൽഫെയർ അപ്രോച്ച്, ക്ഷേമ സമീപനം. മിനിമം ഓർ ബേസിക് നീഡ്സ് അപ്രോച്ച്, അടിസ്ഥാന ആവശ്യ സമീപനം. കാര്യശേഷി സമീപനം അല്ലെങ്കിൽ കേപ്പബിലിറ്റി അപ്രോച്ച്. 4 അപ്രോച്ച് ഒരു ബോക്സിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. 46ാമത്തെ ക്വസ്റ്റ്യൻ, സ്ട്രീംസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ, കുടിയേറ്റത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ കുടിയേറ്റത്തിന്റെ വിവിധ തലങ്ങൾ ഏതെല്ലാമാണ്? ആഭ്യന്തര കുടിയേറ്റത്തിന്റെ വിവിധ തലങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിക്കും. ഇപ്പൊ 4 ടൈപ്പ് ഉണ്ട്. റൂറൽ ടു റൂറൽ, അതാണ് ഫസ്റ്റ്, ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്. രണ്ടാമത്തത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ ഒരു തലം കുടിയേറ്റമാണ്, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്.
മറ്റൊന്ന് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് അല്ലെങ്കിൽ അർബൻ ടു അർബൻ. ഇതും പൊതുവായി ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ്, ഒരു പ്രതിഭാസമാണ്. അർബൻ ഏരിയസിൽ നിന്ന് വീണ്ടും മറ്റൊരു അർബൻ ഏരിയയിലോട്ട് പോവുക. ഏറ്റവും ലാസ്റ്റ് അർബൻ ടു റൂറൽ. വളരെ കുറച്ച് സംഭവിക്കുന്ന മറ്റൊരു സ്ഥലം കുടിയേറ്റമാണ് അർബൻ ടു റൂറൽ, അതായത് നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോകുക എന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് റൂറൽ ടു അർബൻ ആണ്, അതായത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം. ഇതും ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സ്ട്രീംസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ, ആഭ്യന്തര കുടിയേറ്റത്തിന്റെ വിവിധ തലങ്ങൾ ഏതെല്ലാം? 47ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈടെക് ഇൻഡസ്ട്രീസ്, ഹൈടെക് വ്യവസായങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാർട്ടാണ്. നമ്മുടെ സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഹൈടെക് വ്യവസായങ്ങൾ പൊതുവെ IT അല്ലെങ്കിൽ ഇപ്പോൾ നൂതനമായി വരുന്ന എല്ലാ സയന്റിഫിക് ആയിട്ട് ഉപയോഗിക്കുന്ന സയന്റിഫിക് ടെക്നോളജീസ് ഉപയോഗിക്കുന്ന ഒരുവിധ എല്ലാ വ്യവസായങ്ങളും ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഈ പോയിന്റുകൾ വെൽ ആൻഡ് നീറ്റ്ലി സ്പേസ്ഡ്, മോഡേൺ ഡിസ്പോസ്ഡ് ഒഫീഷ്യൽ പ്ലാന്റ്സ് ആൻഡ് ലാബ് ബിൽഡിങ്സ്. അപ്പോൾ പ്രത്യേകമായിട്ടും വളരെ സൗകര്യപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ ഫാക്ടറികളും ബിൽഡിങ്സും നിർമ്മിക്കുക. പിന്നെ പ്ലാൻഡ് ബിസിനസ് പാർക്ക് ഫോർ ഹൈടെക് സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഇങ്ങനെ ഈ IT പാർക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. IT വ്യവസായവുമായി ബന്ധപ്പെട്ട് തന്നെ എഴുതാം. ഹൈടെക് വ്യവസായങ്ങളുടെ സവിശേഷതകൾ ഒരു എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതും ഒന്ന് വായിച്ച് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈൻ ജലപാതയുടെ സവിശേഷതകൾ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റൈൻ വാട്ടർവേ. ഇത് റൈന് മാത്രമല്ല വേറെയും ഒന്ന് രണ്ട് നിങ്ങൾ ജലപാതകൾ അതിൽ പഠിക്കുന്നുണ്ട് ആ ചാപ്റ്ററിൽ. സൂയസ് കനാലും പനാമ കനാലിലും മുമ്പായിട്ട് നിങ്ങൾ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്കാണ്. ഇത് ചോദിക്കാനുള്ള കാരണം ലോകത്തെ പ്രധാനമായുള്ള വ്യാവസായിക നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസെ ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇത് യൂറോപ്പിലെ ഒരു പ്രധാന ജലപാതയായതും കൊണ്ടൊക്കെയാണ് എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചത്. പേര് പറഞ്ഞ പോലെ തന്നെ റൈൻ എന്ന് പറയുന്ന ജർമ്മനിയും നെതർലൻഡും ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരിലൂടെ കടന്നു പോകുന്ന ഒരു ജലപാതയാണ്. പിന്നെ റൂർ റിവർ, അതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ട് ചെയ്യുന്ന ഒരു റിവറാണ്. റൂർ റിവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൽക്കരി പാടം റൂർ കോൾഫീൽഡാണ്. അപ്പോൾ അതിൻ്റെ സമീപത്തൂടെ കടന്നു പോകുന്ന ഒരു ജലപാതയാണ് ഈ റൈൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് വെസൽസ് എന്ന് പറയുമ്പോൾ കപ്പലുകളെല്ലാം കടന്നു പോകുന്ന ഒരു ജലപാത. പിന്നെ ലോകത്തെ വികസിത രാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, പിന്നെ നെതർലൻഡ്, ഡച്ച് എന്നൊക്കെ പറയുന്ന നെതർലൻഡ്സ് ആ ഏരിയയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു നദിയാണ്. പിന്നെ ഇത് നോർത്ത് അറ്റ്ലാന്റിക് സീ റൂട്ടുമായി കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ബിഗ് ട്രങ്ക് റൂട്ട്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ബിഗ് ട്രങ്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ഒരു കടൽപാതയാണ്. അതുമായി ഈ റൈൻ വാട്ടർവേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത് അത്രത്തോളം ഇമ്പോർട്ടൻസ്. പോയിന്റുകൾ എഴുതി പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ, ഷിപ്പിംഗ് കനാൽസ്. നേരത്തെ പറഞ്ഞു ഇതേ ചാപ്റ്ററിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂയിസ് പനാമ കനാലുകളെ തമ്മിൽ അതിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ചോദിക്കും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും. സൂയിസ് കനാലാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒന്ന് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ രണ്ടിൻ്റെയും പ്രാധാന്യം എന്ത് എന്നും ചോദിക്കും. അപ്പോൾ അതൊന്ന് വായിച്ച് പഠിക്കുക. അതേ ചാപ്റ്റർ, നേരത്തെ പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ്. റൈൻ വാട്ടർവേ ഒക്കെ ഉൾപ്പെടുന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. നാവിക കനാലുകൾ, ഷിപ്പിംഗ് കനാൽസിൽ 2 എണ്ണമുണ്ട്, സൂയിസും പനാമ കനാലും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് പോർട്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ചർച്ച ചെയ്തതാണ് ടൈപ്സ് ഓഫ് പോർട്സ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഒക്കെ ചർച്ച ചെയ്തിരുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് പോർട്സ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് പോർട്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. പ്രത്യേക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി തുറമുഖങ്ങളെ എങ്ങനെ തരംതിരിക്കാം അല്ലെങ്കിൽ വർഗീകരിക്കാം എന്നതാണ്. അപ്പോൾ നേരത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ടൈപ്സ് ഓഫ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ടൈപ്സ് ഓഫ് പോർട്സ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ 5 രീതിയിൽ നമുക്ക് തുറമുഖങ്ങളെ വർഗീകരിക്കാം. എണ്ണ തുറമുഖങ്ങൾ അല്ലെങ്കിൽ ഓയിൽ പോർട്സ്, സന്ദർശന തുറമുഖങ്ങൾ പോർട്സ് ഓഫ് കോൾ എന്ന് പറയും. അതുപോലെ തന്നെ പാക്കറ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഫെറി പോർട്സ്, എൻട്രപോർട്ട് അല്ലെങ്കിൽ ചരക്ക് സംഭരണ തുറമുഖങ്ങൾ, പിന്നെ നാവിക തുറമുഖങ്ങൾ അല്ലെങ്കിൽ നേവൽ പോർട്ട്. അങ്ങനെ 5 എണ്ണമുണ്ട്. അതിൻ്റെ എക്സാമ്പിളുകൾ കൂടി ചേർത്ത് പഠിക്കുക. നിങ്ങളുടെ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന പാർട്ട് 1 ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്ക്. ഈ ഒരു ചാപ്റ്ററിലും കൂടുതലും ചോദിക്കുന്നത് ഈ ബൈലാറ്ററൽ, മൾട്ടിലാറ്ററൽ ട്രേഡ് ചോദിക്കും. പിന്നെ ഈ ടൈപ്സ് ഓഫ് പോർട്ടാണ്. ഇത് ചിലപ്പോൾ ഏതെങ്കിലും പോർട്ടിന്റെ പേരെഴുതാൻ ചോദിക്കും. ഒരു വട്ടം ചോദിച്ച ചോദ്യം ഈ എൻട്രപോർട്ടുകൾ അല്ലെങ്കിൽ
നമ്മുടെ ചരക്ക് സംഭരണ തുറമുഖങ്ങളെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ എക്സാമ്പിളുകൾ ചേർത്ത് ഓരോ തുറമുഖങ്ങളുടെയും ഉദാഹരണങ്ങൾ കൂടി ചേർത്ത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ചോദ്യങ്ങൾ 50 ചോദ്യങ്ങൾ കഴിഞ്ഞ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ എക്സാമുകൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചിട്ടാണ് ഈ 50 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വരുന്ന എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ നോർമലായിട്ടുള്ള റിവിഷൻ കൂടി നടത്തുക. ചാപ്റ്ററുകളെല്ലാം ഒന്ന് കവർ ചെയ്ത് പോവുക. ഡിലീറ്റഡ് ടോപ്പിക്കുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്ന് കവർ ചെയ്യുക. പിന്നെ ഈ 50 ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.